അതിരപ്പള്ളിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന വനത്തിലേക്ക് നീങ്ങി. ആനയെ പരിശോധിക്കുവാനും ചികിത്സ നൽകുവാനും വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ചാലക്കുടി ദേശീയപാത ചിറങ്ങര മുതൽ പൊങ്ങം വരെയുള്ള ഭാഗത്തെ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. കടവല്ലൂർ പാടശേഖരത്തിൽ 200 ഏക്കർ നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. 30 വർഷം തരിശായി കിടന്നിരുന്ന നെൽവയലിൽ കൃഷിയിറക്കിയ കർഷകർ നിരാശയിൽ. കോലുമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കുക പാലാഴിയെയും കോലുമാടിനെയും ബന്ധിപ്പിച്ച്. ഗുരുവായൂരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 32 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. എറണാകുളം ബ്രാഞ്ച് മാനേജർ അശോഷ് ജോയിയാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന വനത്തിലേക്ക് നീങ്ങി. ആനയെ പരിചരിക്കുന്നതിന് വനപാലകരുടെ ശ്രമം നടക്കുന്നതിനിടയിലാണ് ഏഴാറ്റുമുഖം ഗണപതിയെന്ന് നാട്ടുകാർ പേരിട്ടിരിക്കുന്ന കൊമ്പൻ കാട്ടിലേക്ക് നീങ്ങിയത്. ആന പുല്ല് തിന്നതോടെ ആശങ്ക മാറി. തുടർച്ചയായി എണ്ണപ്പട്ട തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ആനകൾക്ക് എരണ്ടകെട്ട് സംഭവിക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. ഫാക്ടറി ഡിവിഷണലിന് സമീപം പനകൾക്കിടയിൽ നിൽക്കുന്ന ആന ഏതാനും ദിവസമായി ഒരു സ്ഥലത്ത് തമ്പടിച്ച് എണ്ണപ്പന തിന്നുന്നത് വനപാലകർ കണ്ടിരുന്നു. കോടനാട് നിന്നെത്തിയ വെറ്ററിനറി സർജൻ ഡോക്ടർ ബിനോയ് ദാസ് ആനയെ നിരീക്ഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ മറ്റു ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം തീരുമെന്നാണ് വെറ്ററിനറി സർജന്റെ വിശദീകരണം. ഇതിനിടെ ഒരിടത്ത് തന്നെ ആന കിടക്കുന്നത് കണ്ടാൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായി പരിസരത്ത് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസമായി എണ്ണപ്പനത്തോട്ടത്തിൽ ഒരേ സ്ഥലത്ത് ആനയെ കാണുന്നു. 25 വയസ്സ് തോന്നിക്കുന്ന കൊമ്പൻ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുമെങ്കിലും ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ദേശീയപാതയിലെ ചിറങ്ങര മുതൽ പൊങ്ങം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLAയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. ചിറങ്ങര ജംഗ്ഷനിലായിരുന്നു MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് തടഞ്ഞത്. റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയ 10 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. MLA സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചിറങ്ങര മുതൽ പൊങ്ങം വരെയുള്ള പല ഭാഗത്തും റോഡ് തോടുപോലെ താഴ്ന്നിരിക്കുകയാണെന്ന് MLA കുറ്റപ്പെടുത്തി. നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇതുമൂലം അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇതുവരെയും നടപടിയുണ്ടായില്ലെന്ന് MLA പറഞ്ഞു. മുപ്പത് വർഷം തരിശായി കിടന്നിരുന്ന 200 ഏക്കർ നെൽവയൽ 100ഓളം കർഷകർ ചേർന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് 4 വർഷം മുൻപ് കൃഷിയോഗ്യമാക്കിയത്. എന്നാൽ ഇപ്പോൾ 200 ഏക്കറിലെ നെൽകൃഷി വെള്ളം ലഭിക്കാതെ നാശത്തിന്റെ വക്കിലാണ്. കടവല്ലൂർ പാടശേഖരത്തിൽപ്പെട്ട ഒതളൂർ ബണ്ട് മുതൽ കടവല്ലൂർ മരങ്ങാട് പാടമാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ തരിശുഭൂമി കൃഷിക്ക് വേണ്ടി ഒരുക്കിയത്. പാഴ്ചെടികൾ വളർന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന പാടങ്ങൾ 6 മാസത്തെ അധ്വാനത്തിനൊടുവിലാണ് ഇപ്പോൾ കാണുന്ന നിലയിലാക്കിയത്. പാഴ്ചെടികളും ചണ്ടിയും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റുകയും 4 തവണ ഉഴൽ നടത്തുകയും പുതുതായി വരമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ ഒരുക്കങ്ങൾക്ക് വൻ തുക ചിലവാക്കേണ്ടി വന്നു. കർഷകർ ചേർന്നാണ് ഇതിന് പണം സമാഹരിച്ചത്. വേമ്പൻ തോട്ടിലേക്ക് ആവശ്യമായ വെള്ളം ഒതളൂർ ബണ്ടിൽ നിന്നും പമ്പ് ചെയ്യും. സാധാരണയായി 50 ദിവസമാണ് പമ്പിംഗ് നടത്തുക. എന്നാൽ ഇത്തവണ ജനുവരി 10 മുതൽ 4 ദിവസം മാത്രമാണ് പമ്പിംഗ് നടന്നത്. ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെ വന്നതോടെ വേമ്പൻ തോടും മരങ്ങാട് തോടും പൂർണ്ണമായി വറ്റി. 1 മാസമായി നെൽവയലിലേക്ക് അല്പം പോലും വെള്ളം ലഭിച്ചിട്ടില്ല. കടവല്ലൂർ പാടശേഖരത്തിലെയും വേമ്പൻപടവ് പാടശേഖരത്തിലെയും 300 ഏക്കർ നെൽകൃഷിയാണ് ഇതിനാൽ ഉണങ്ങി നശിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ മഴ ലഭിച്ചാൽ കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൃഷി തുടരണമെങ്കിൽ തോടിന്റെ ആഴവും വീതിയും കൂട്ടി കൂടുതൽ ജലസംഭരണം ഉറപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കടവല്ലൂർ പാടശേഖരത്തിലെ കൃഷി നിലനിർത്താൻ അധികൃതരുടെ ഇടപെടൽ ഉടൻ വേണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ KM മണികണ്ഠനും KC വിശ്വംഭരനും ആവശ്യപ്പെട്ടു. ജനുവരി 10 മുതൽ 14 4 ദിവസം മാത്രമാണ് വെള്ളം അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അടിച്ച വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം പാടശേഖരത്തിലില്ല. വെള്ളം വറ്റിക്കാനുള്ള സൗകര്യം പാടശേഖരത്തിനില്ല. ഇതൊക്കെയാണ് ഇവിടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇപ്പോൾ കർഷകർ പറയണമെന്ന് വെച്ചെങ്കിൽ ഞങ്ങളിനി കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 253 ഏക്കറാണ് ഉണങ്ങി നശിക്കുന്നത്. TCV കുന്നംകുളം. കോലുമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ അടിയന്തര നടപടി കൈക്കൊള്ളുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു.
വെങ്കിടങ്ങ്, മണലൂർ, വാടനപ്പള്ളി, മുല്ലശ്ശേരി, ഏങ്ങണ്ടിയൂർ, പാവറട്ടി പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി ഏനമാവ് റെഗുലേറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കോലുമാട് പ്രദേശത്ത് പാലാഴിയെയും കോലുമാടിനെയും ബന്ധിപ്പിച്ച് സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നത് 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. പദ്ധതി നടപ്പിലാക്കുവാൻ മുൻ MLA PA മാധവനും തുടർന്ന് മുരളി പെരുന്നെല്ലി MLAയും ഫണ്ടുകൾ നീക്കിവെച്ചിരുന്നു. എന്നാൽ ഫണ്ടുകൾ യാതൊന്നും വിനിയോഗിക്കാതെ ലാപ്സായി പോയി. കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്തെങ്കിലും പദ്ധതിക്ക് പരിസ്ഥിതി പഠനം നടത്തുവാനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുവാനോ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. കോടമുക്കിനെയും പാലയാഴിയെയും ബന്ധിച്ചുകൊണ്ട് കോൽമാട് ഒരു സ്ലൂയിസ് കം ബ്രിഡ്ജ് പണിതാൽ ഏനാമാവ് സ്ലൂയിസിന്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ നീളത്തിലും 2 കിലോമീറ്റർ വീതിയിലും ശുദ്ധജലം ലഭിക്കും. ആ ശുദ്ധജലം വെച്ച് ഈ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ളം കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം സർക്കാരിനും പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസൈനെ കുറിച്ചൊക്കെ ചെറിയ ആലോചനകൾ നടന്നു. എന്നിട്ടും ഡിസൈൻ പൂർത്തീകരിക്കാനോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനോ ബഡ്ജറ്റ് പ്രൊവിഷനിൽ ഫണ്ട് വയ്ക്കാനോ തയ്യാറായില്ല. കോലുമാട് പദ്ധതിക്ക് ആവശ്യമായ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുവാൻ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ജലവിഭവ മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനും ചെയർമാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതിയിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ കേരള മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ട്രോപ്പോഗ്രാഫിക് സർവേ നടത്തുകയും റിപ്പോർട്ട് IDRB ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പദ്ധതിക്ക് വേണ്ടി പരിസ്ഥിതി പഠനം നടത്തുവാനോ പദ്ധതിയുടെ സാങ്കേതികാനുമതി കൊടുക്കുവാനോ ഡിസൈൻ പൂർത്തിയാക്കുവാനോ ഭരണാനുമതി നൽകുവാനോ ഫണ്ട് അനുവദിക്കുവാനോ സർക്കാർ തയ്യാറായില്ലെന്ന് മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോബിൻ വടക്കേത്തല പറഞ്ഞു. കോലുമാട് ശുദ്ധജല പദ്ധതി നടപ്പിലായാൽ ഈ സമീപ പഞ്ചായത്തുകളിലെല്ലാം ശുദ്ധജലം ലഭിക്കുകയും അതോടൊപ്പം ഇവിടുത്തെ ജലത്തിന്റെ നില ഉയരുകയും ഈ ഉപ്പുവെള്ളത്തിന്റെ ശല്യം നിരന്തരമായി ഈ പ്രദേശത്ത് നേരിടുന്ന ഉപ്പുവെള്ളത്തിന്റെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും അതിലൂടെ ഈ കൃഷിക്കാർക്ക് കാലാകാലങ്ങളായിട്ട് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന പ്രവൃത്തി ഈ ഏനാമാവ് ബണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഒഴിവാക്കപ്പെടുകയും ഇവിടെ സമൃദ്ധിയായി നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ഹർജിയിൽ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഡ്വക്കേറ്റ് KB ഗംഗേഷിന്റെയും വാദങ്ങൾ കേട്ട ഹൈക്കോടതി പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ ഡിസൈനും എസ്റ്റിമേറ്റും സമർപ്പിക്കുവാൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. 3 മാസത്തിനുള്ളിൽ എസ്റ്റിമേറ്റും ഡിസൈനും സമർപ്പിച്ചില്ലെങ്കിൽ പരാതിക്കാരോട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. TCV പാവറട്ടി. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ അശോഷ് ജോയിയെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്ററിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാൾ പണം കവർന്നത്. L&T ഫൈനാൻസ് അരണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറാണ് ഇയാൾ. ഹെൽമറ്റും ബാഗും ധരിച്ചെത്തി സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് ഇയാൾ പണം മോഷ്ടിച്ചത്. ഇയാൾ വന്നുപോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവാഹദിനത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് 4.5 മാസത്തിന് ശേഷം മരിച്ചു. ഇടവിലങ്ങ് കാര ചാണാശ്ശേരി സത്യന്റെ മകൻ 33 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുജിത്തും എറണാകുളം നായരമ്പലം സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടക്കാനിരുന്ന 2023 ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു അപകടം. രാവിലെ 10 മണിക്കായിരുന്നു മുഹൂർത്തം. അന്നേ ദിവസം പുലർച്ചെ 5:30 അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചാണ് അപകടമുണ്ടായത്. മത്സ്യം വാങ്ങാൻ ബൈക്കിൽ അഴീക്കോട് ജെട്ടിയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുജിത്ത് 4.5 മാസമായി 6ഓളം ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. മിനാലൂർ വടക്കേക്കരയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മിനാലൂർ ഗ്രൗണ്ടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന സേലം സ്വദേശി 38 വയസ്സുള്ള ഭാഷയാണ് മരിച്ചത്. വാതിൽ തുറക്കാതെ കണ്ടപ്പോൾ അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കുന്നുകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. അയ്യമ്പറമ്പ് സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ ജോയ്സനാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപത്തെ റോഡിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലേക്ക് കയറുന്നതിനിടെ കുന്നുകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചുവിടാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇയാളെ കുന്നുകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആർപ്പും ആരവവുമില്ലാതെ കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവുതീണ്ടിയത്. ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം കുംഭമാസത്തിലും മീനമാസത്തിലുമായി 2 അശ്വതി നാളുകൾ വരുന്ന സാഹചര്യത്തിലാണ് 2 കാവുതീണ്ടലുകൾ നടക്കുക. ആദ്യ അശ്വതി നാളായ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അത്താഴ പൂജയടക്കം പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചു. തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളി. കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തിയതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കി. 13 വർഷം മുൻപാണ് ഇത്തരത്തിൽ 2 കാവുതീണ്ടൽ നടന്നിട്ടുള്ളത്. മീനമാസത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ 4-ാം തീയതി കോഴിക്കല്ല് മൂടലും അശ്വതി നാളായ 9-ാം തീയതി തൃച്ചന്ദന ചാർത്തുപൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഭരണി നാളായ 10-ാം തീയതി ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കും. തോട്ടിപ്പണി വിവാദവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ പാസ്സായതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗം അവസാനിപ്പിച്ചു. കൗൺസിൽ യോഗം ആരംഭിച്ചതോടെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധവുമായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് രംഗത്തെത്തി. കഴിഞ്ഞ മെയ് 5-ാം തീയതി ചേർന്ന കൗൺസിൽ യോഗത്തിനിടെ BJP കൗൺസിലർ KK മുരളി ഹരിതകർമ്മ സേനാംഗങ്ങളെ തോട്ടിപ്പണിക്കാർ എന്ന് വിളിച്ചെന്ന് കൗൺസിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KK മുരളി ഹൈക്കോടതിയെ സമീപിക്കുകയും മുരളിക്ക് പറയാനുള്ളത് കേട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചതായും BJP കൗൺസിലർമാർ പറയുന്നു. എന്നാൽ നഗരസഭയ്ക്ക് ലഭിച്ച ഉത്തരവിൽ നഗരസഭാ സെക്രട്ടറി KK മുരളിയോട് വ്യക്തിപരമായ വിശദീകരണം ചോദിക്കാൻ മാത്രമാണ് നിർദ്ദേശം ലഭിച്ചതെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർമാരുടെ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെയാണ് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. KSRTCയുടെ പുതിയ അന്തർ സംസ്ഥാന ബസ് സർവീസ് കൊടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ചു. കോയമ്പത്തൂരിലേക്കുള്ള യാത്ര VR സുനിൽകുമാർ MLA കൊടുങ്ങല്ലൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ അമൃതമിത്ര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭയ്ക്കകത്തെ പാർക്കുകൾ, ജലാശയങ്ങൾ എന്നിവയുടെ പരിപാലനം, വസ്തുനികുതി, വെള്ളക്കരം പിരിവ്, ജലഗുണനിലവാരം പരിശോധിക്കുക എന്നീ പ്രവൃത്തികളാണ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. പൂന്താന ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം കാവ്യസംഗമം ഒരുക്കി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി കാവ്യസംഗമം ഉദ്ഘാടനം ചെയ്തു. കവികളായ EPR വേശാല, ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, ശ്രീജ നടുവം, മനീഷ മുകേഷ് ലാൽ, ഡോക്ടർ ദിവ്യ, വിജേഷ് എടക്കുന്നി തുടങ്ങിയവർ പങ്കെടുത്തു. പൂന്താനം കൃതികൾ സംബന്ധിച്ച ദേശീയ സെമിനാറും പൂന്താന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും ഒരു ഹിറ്റാച്ചിയും പോലീസ് പിടിച്ചെടുത്തു. വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിരുന്ന മണ്ണാണ് ലോറിയിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. മണ്ണെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും പഞ്ചായത്തിന്റെയും ജിയോളജി വകുപ്പിന്റെയും അനുമതി ഉണ്ടായിരുന്നില്ല. കുന്നുകുളം ചൊവ്വന്നൂർ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ സമീപത്തെ മതിലും ഇടിച്ചു തകർത്തു. എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിൽ സ്ഥാപന ലൈസൻസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷ കൗൺസിലർ കുത്തിയിരിപ്പ് സമരം നടത്തി. 1-ാം വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിലാണ്
ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് നടത്തിയത്. വാർഡിലെ താമസക്കാരൻ മാസങ്ങളായി സ്ഥാപന ലൈസൻസിന് അപേക്ഷിച്ചിട്ടും നൽകിയില്ലെന്ന് കൗൺസിലർ പറഞ്ഞു. സ്മാർട്ടിന്റെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും കൗൺസിലർ പറഞ്ഞു. മാസങ്ങളായി ലഭിക്കാതിരുന്ന ലൈസൻസ് കൗൺസിലറുടെ 5 മിനിറ്റ് നേരത്തെ സമരം കൊണ്ട് ലഭിച്ചു. മഹാകവി വള്ളത്തോളിന്റെ 145-ാം ജന്മദിനത്തിൽ വള്ളത്തോൾ സമാധിയിൽ കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മുതിർന്ന കഥകളി കലാകാരനും കലാമണ്ഡലം മുൻ നിള ക്യാമ്പസ് ഡയറക്ടറുമായിരുന്ന കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ എന്നിവർ സംയുക്തമായി ദീപം കൊളുത്തി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ രചനകൾ പുസ്തക രൂപത്തിലൊരുക്കി പുതിയ തുമ്പപ്പൂ പത്രിക പ്രകാശിതമായി. 40ഓളം കുട്ടികളുടെ ഭാവനയിൽ വിടർന്ന കഥകളും കവിതകളും കൊണ്ട് ബാല്യ കൗതുകങ്ങളുടെ ഹൃദ്യതയാർന്ന വായനാനുഭവമാവുകയാണ് തുമ്പപ്പൂ. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയുള്ള തുമ്പപ്പൂ പത്രിക 2007 അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ആദ്യമായി പുറത്തിറക്കുന്നത്. ആദ്യ വർഷം 3 ലക്കം വരെ പുറത്തിറങ്ങിയ തുമ്പപ്പൂ കോവിഡിന് ശേഷം വർഷത്തിലൊരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത്. തുമ്പപ്പൂവിൻ്റെ 28ാമത് ലക്കമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള ശില്പശാലകൾ നടത്താറുണ്ട്. പ്രമുഖരായ സാഹിത്യകാരന്മാർ അതിൽ പങ്കെടുത്തു വരുന്നു. അതിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ തുമ്പപ്പൂവിലെ രചനകൾ. കഥ, കവിത, ചിത്രരചന, യാത്രാവിവരണം, പുസ്തക നിരൂപണം, ശാസ്ത്രലേഖനങ്ങൾ തുടങ്ങിയവയാണ് തുമ്പപ്പൂവിൻ്റെ ഉള്ളടക്കം. ഓരോ പുസ്തകവും പുറത്തിറക്കുന്നതിന് മുൻപ് വിദ്യാലയത്തിൽ വെച്ച് 2 തവണയെങ്കിലും കുട്ടികൾക്കായി എഴുത്ത് ശില്പശാലകൾ സംഘടിപ്പിക്കും. ഇതിൽ നിന്നുള്ള മികച്ച രചനകൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനായി കുട്ടികളും അധ്യാപകരും ചേർന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട്. ഇത്തവണത്തെ തുമ്പപ്പൂവിൻ്റെ എഡിറ്റർ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥി ആയിരുന്നു. കുട്ടികളുടെ ഭാവനയും സർഗാത്മകതയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും എന്നും നമ്മുടെ തുമ്പപ്പൂ മുന്നിൽ തന്നെയാണ്. മറ്റൊരു സ്കൂളിലും ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനമില്ല എന്നത് നമ്മുടെ വിദ്യാലയത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട്. 28ാമത്തെ ലക്കം 2007 മുതൽ 2024 28ാം ലക്കം വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ട്. പുസ്തകം അച്ചടിക്കാനും മറ്റുമുള്ള സാമ്പത്തിക സഹായം അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകി വരുന്നത്. മുൻ ലക്കങ്ങളിലെ തെരഞ്ഞെടുത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച് തുമ്പപ്പൂക്കൾ എന്ന മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുമ്പപ്പൂ പത്രികയുടെ പ്രകാശനം കവി ഡോക്ടർ C രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. പ്രധാനാധ്യാപിക PV ഗിരിജ, അധ്യാപകരായ ശുഭം, ഷൈജു, അന്നു പോൾ, സുനിത, ബിന്ദു, അനു, മീന തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത്. TCV ന്യൂസ്, തൃശൂർ. AILU ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ കോടതി കവാടത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, അഡ്വക്കേറ്റ് KK സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസിന് മുൻപിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. KGOA ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജി, NGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു തുടങ്ങിയവർ സംസാരിച്ചു. UDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആമ്പല്ലൂരിൽ ചേർന്നു. സ്ഥാനാർത്ഥി K മുരളീധരൻ പങ്കെടുത്തു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, KR ഗിരിജൻ, MK പോൾസൺ, MP പോളി, സുനിൽ അന്തിക്കാട്, ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. LDF ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി CK രാജേന്ദ്രൻ, MLA AC മൊയ്തീൻ, കേരള കോൺഗ്രസ് M തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ
രാജ്യത്തിന്റെ നിലനിൽപ്പിന് സുപ്രധാനമായ പ്രാധാന്യം. ഇരിങ്ങാലക്കുട രൂപത ല്യൂമൻ യൂത്ത് സെന്റർ സംഘടിപ്പിച്ച 6ാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഫലപ്രഖ്യാപനവും പുരസ്കാര സമർപ്പണവും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവകയിലെ സിനോജ് ജോസ് തയ്യാറാക്കിയ എണ്ണവറ്റാത്ത വിളക്കുകൾ 1ാം സ്ഥാനം നേടി. താഴേക്കാട് ഇടവക ജീസസ് യൂത്ത് ഒരുക്കിയ മോണിക്ക 2ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം എണ്ണവറ്റാത്ത വിളക്കുകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സിനോജ് ജോസ് കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരത്തിന് ഇതേ ചിത്രത്തിലെ പ്രേംപ്രകാശ് ലൂയിസ് അർഹനായി. പുരസ്കാരദാന ചടങ്ങിൽ ഫാദർ ജോഷി കല്ലേലി, ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, തോമസ് ലോനപ്പൻ, ജെൻസി ജിജു എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ YMCA വനിതാ ഫോറം എന്നിവർ സംയുക്തമായി വനിതാ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ അധ്യക്ഷ ഷീജ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ഡോക്ടർ ജീസ്മ തെരേസ്, വനിതാ സംരംഭക ഷീല സണ്ണി തുടങ്ങിയവരെ ആദരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര ദർശനം നടത്തി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടാണ് ബുധനാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. UDF നേതാക്കളായ MP ജാക്സൺ, തോമസ് ഉണ്ണിയാടൻ, MS അനിൽകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC സെക്രട്ടറി റൂജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, അൻവർ സാദത്ത്, മുൻ MLA PJ ജോയ്, KPCC സെക്രട്ടറി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ ജലക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് P ബാലചന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ കർഷകർ തൃശൂർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കനത്ത വെയിലിൽ വെള്ളമില്ലാതെ 2500ഓളം ഹെക്ടർ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം പിൻവലിച്ചു. പുല്ലഴി, അടാട്ട്, പറപ്പൂർ കോൾപ്പടവുകളിലെ 2500ഓളം ഹെക്ടർ നെൽകൃഷി വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങുകയാണെന്നും ജലക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു MLA-യുടെ നേതൃത്വത്തിൽ കർഷകർ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ജയരാജിനെ ഉപരോധിച്ചത്. കൃഷിക്ക് വെള്ളമില്ലാത്തതിനാൽ 2 മാസം വൈകിയാണ് കൃഷി ആരംഭിച്ചതെന്നും ഉടൻ വെള്ളം ലഭ്യമാക്കിയില്ലെങ്കിൽ കൃഷി നശിക്കുമെന്നും കർഷകർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം കാർഷിക മേഖലയ്ക്കൊരു കലണ്ടർ തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളോട് ഇന്ന ദിവസം പണിയിറക്കണമെന്നും പറഞ്ഞുകൊണ്ട് 2 മാസം വൈകി ഈ പ്രാവശ്യം കൃഷി ഇറക്കാൻ. മാത്രമല്ല, ഇവർ പറഞ്ഞ ഡേറ്റിന് ഞങ്ങളൊക്കെ തയ്യാറായിരുന്നു, കർഷകരും പാടശേഖര സമിതിയും തയ്യാറായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർ ഞങ്ങൾക്ക് അതിന് ഇത് ഒരുക്കി തന്നില്ല, സൗകര്യങ്ങൾ ഒരുക്കി തന്നില്ല. ഇപ്പോൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ 70, 80, 90 ദിവസമായ കതിര് വന്ന് നിൽക്കുന്ന നെല്ല് ആകെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന സാഹചര്യം, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏകദേശം ഒരു 2500 ഹെക്ടറോളം വരും. അത് ചിലത് കൊയ്യാൻ പാകമായിട്ട് ഒരു നനവ് കൊടുക്കാറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കർഷകർക്ക് നെൽകൃഷി ആകെ BLB കേടും പിന്നെ തണ്ടുതുറപ്പനായിട്ട് ഭീമമായ സംഖ്യ കർഷകനെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന് എടുക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും ദിവസം മണിക്കൂറിനുള്ളിൽ വെള്ളം കിട്ടിയാലേ കുറച്ച് പിടിച്ചു നിൽക്കാൻ നോക്കൂ. 10 മോട്ടോർ പമ്പുകൾ വാടകയ്ക്കെടുത്ത് ഉടൻ പമ്പിംഗ് ആരംഭിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് MLA-യും കർഷകരും സമരം അവസാനിപ്പിച്ചത്. കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് താൽക്കാലികമായിട്ട് മോട്ടോർ വെച്ച് ഇപ്പോൾ ചാലിലുള്ള വെള്ളം അപ്ലിഫ്റ്റ് ചെയ്ത് പാടശേഖരം നനയ്ക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറും കൃഷി ഓഫീസർ JDയും കളക്ടർ കണ്ട് സംസാരിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം താൽക്കാലികമായിട്ടുണ്ടാക്കും. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷയും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം പല പാടശേഖരങ്ങളിലും കൃഷിക്ക് വെള്ളമില്ലാത്തതും പമ്പിങ്ങിനാവശ്യമായ പണമില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് ആരും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നതല്ലെന്നും
പത്മജ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്മജയുടെ ആഗ്രഹം കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. കേന്ദ്ര നേതാക്കൾ പറഞ്ഞാൽ തനിക്കും സ്വീകാര്യമാണ്. സംസ്ഥാനത്ത് നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പ്രചരണവേളയിൽ ജനങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. മതപ്രീണനത്തിനില്ലെന്നും BJPയുടെ വോട്ട് ശതമാനം കൂടുമെന്നും താൻ ജയിച്ചാൽ തൃശൂരിൽ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ശബരി കെ റൈസിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് അരി നൽകട്ടെ എന്നായിരുന്നു പ്രതികരണം. അല്ല, എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം. പെങ്ങൾ ആങ്ങള അത് അവരാദ്യം നിശ്ചയിക്കട്ടെ, അല്ലേ? കല്യാണിക്കുട്ടിയമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ ആങ്ങളെയും പെങ്ങളുമാണോ എന്ന് അവർ തങ്ങളിൽ തീരുമാനിക്കട്ടെ. ഗുരുവായൂർ നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി വനിതാ സംഗമം സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C. വിമല ഉദ്ഘാടനം ചെയ്തു. TK ജമീല അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി തിലകൻ, ശാലിനി, ബബിത റാഫി, റീന ആന്റണി, സ്മിത വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘർഷത്തിനിടെ കസ്റ്റഡിയിലെടുത്ത ജീപ്പിന്റെ ഡീസൽ ടാങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉപ്പിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വ്യാഴാഴ്ച പരിശോധന നടക്കും. കോടതി ഉത്തരവ് പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോടാണ് ശാസ്ത്രീയ രീതിയിൽ വാഹനം പരിശോധിക്കാൻ ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചത്. വെള്ളിയാഴ്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിലെ 1-ാം പ്രതി DYFI നേതാവ് നിധിൻ പുല്ലന്റെയാണ് ബൊലേറോ ജീപ്പ്. വാഹനം ഇതുവരെയും പോലീസ് വിട്ടു നൽകിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി ഗവൺമെന്റ് ITIക്ക് സമീപം SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പോലീസ് ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് 1-ാം പ്രതി നിധിൻ പുല്ലന്റെ ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ യുവജനതാദൾ S. തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു. ജനതാദൾ S. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ S. ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ്, ജനറൽ സെക്രട്ടറി VS ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന വനത്തിലേക്ക് നീങ്ങി. ആനയെ പരിശോധിക്കുവാനും ചികിത്സ നൽകുവാനും വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ചാലക്കുടി ദേശീയപാത ചെറുങ്ങര മുതൽ പൊങ്ങം വരെയുള്ള ഭാഗത്തെ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLAയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. കടവല്ലൂർ പാടശേഖരത്തിൽ 200 ഏക്കർ നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. 30 വർഷം തരിശായി കിടന്നിരുന്ന നെൽവയലിൽ കൃഷിയിറക്കിയ കർഷകർ നിരാശയിൽ. കോലുമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കുക പാലാഴിയെയും കോലുമാടിനെയും ബന്ധിപ്പിച്ച്. ഗുരുവായൂരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 32 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. കർണാടക ബ്രാഞ്ച് മാനേജർ അശോഷ് ജോയിയാണ് അറസ്റ്റിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.